മഹ്മൂദ് അബ്ബാസിനേക്കാളും ബർഖൂത്തിക്ക് ജനപിന്തുണയുണ്ടെന്നാണ് ചില സർവേകൾ പറയുന്നത്. മറ്റ് ഫത്താ നേതാക്കളിൽ നിന്ന് വ്യത്യസ്തനായി ബർഖൂത്തിക്ക് ഹമാസ് നേതാക്കളുമായി നല്ല ബന്ധമാണ്. അതായത് ഈ ഹമാസിനെയും ഫത്തായെയും ഇങ്ങനെ രണ്ട് ധ്രുവത്തിൽ നിർത്തുക എന്നത് ഇസ്രയേലിൻ്റെ ആവശ്യമാണ്, അല്ലെങ്കിൽ ഇവർ ശത്രുതയിൽ തുടരുക എന്നത് പറയുന്നത് ഇസ്രയേലിൻ്റെ ആവശ്യമാണ്. അതായത് ഫത്തയെയും ഹമാസിനെയും അതുവഴി ഗാസയും വെസ്റ്റ് ബാങ്കിനെയും ഒരുമിച്ച് നിർത്താൻ കഴിയുന്ന ഒരേ ഒരു നേതാവാണ് ബർഖൂത്തി എന്ന് പറയാം. ഇതെല്ലാം കൊണ്ട് തന്നെ പലസ്തീൻ സമൂഹത്തിലാകെ ബർഖൂത്തിക്കുള്ളത് അസാധാരണമായ സ്വാധീനമാണ്. അതായത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ പലസ്തീൻ ജനതയെ മുഴുവൻ ഒരു കുടക്കീഴിൽ, വെസ്റ്റ് ബാങ്ക് എന്നോ ഗാസയെന്നോ മാറ്റി നിർത്താതെ ഒരു കുടക്കീഴിൽ ഒരുമിപ്പിക്കാൻ കഴിവുള്ള ഒരേ ഒരു നേതാവാണ് മർവാൻ ബർഖൂത്തി. പലസ്തീൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നായകൻ എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. ഈ കാരണം കൊണ്ട് തന്നെയാണ് ഇസ്രയേലിന് മർവാൻ ബർഖൂത്തിയെ ഇത്രയും പേടി. ഗാസയിലെ ഹമാസും വെസ്റ്റ് ബാങ്കിലെ ഫത്തയും ഒരുമിച്ചാൽ അത് ഇസ്രയേലിന് തിരിച്ചടിയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടികളും വിഘടിച്ച് ശത്രുതയിൽ നിൽക്കേണ്ടത് ഇസ്രയേലിൻ്റെ ആവശ്യമാണ്. ഇങ്ങനെ ശത്രുതയിൽ നിൽക്കണമെങ്കിൽ ബർഖൂത്തിയെ പോലുള്ള ഒരാളുടെ സാന്നിധ്യം പലസ്തീനിൽ ഉണ്ടാകരുത്.